പൂരത്തലേന്ന് കേട്ടോ. പൂരത്തലേന്നും പൂരം ഒരുപോലെയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നിട്ടുള്ളത് റൈഡ്സിൽ എല്ലാം കയറാം എന്ന് കരുതിയിട്ടാണ്. അതൊരു വലിയൊരു അബദ്ധമായിരുന്നു പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. എന്തോ ഒരു വലിയ അപകടത്തിൽ തലനാര ഇടയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ റൈഡ്സിലും കയറാൻ പേടില്ല. ഞാൻ ഈ ഒരു ചെറിയ ഡ്രാഗനിലാണ് കേട്ടോ ഇപ്രാവശ്യം കയറിയത്. 100 രൂപ ടിക്കറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ കയറിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ കളിച്ചോണ്ടിരിക്കുന്ന ഇങ്ങനെ ബലൂൺ എറിപ്പിച്ച ഈ സൈഡിൽ കാണുന്നത് അങ്ങോട്ട് ചുരുങ്ങി പോകുന്നതാണ് കേട്ടോ കണ്ടത്. അപ്പൊ നമ്മുടെ ഈ റൈഡ് കുറച്ചേരം സ്റ്റോപ്പാക്കി നിർത്തി. പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തും ഒരുപാട് നേരം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. ഇതിന്റെ ആൾക്കാർ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് അവിടെ വർത്താനം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഈ റൈഡ് ഓഫാക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ വന്ന് അവർ കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ലാസ്റ്റ് ഞങ്ങൾ തന്നെ പറഞ്ഞു ഒന്ന് ഞങ്ങൾ നിർത്തുമോ എന്ന്. കാരണം അത്രയും ഞങ്ങൾ പേടിച്ചു പോയൊരവസ്ഥയായിരുന്നേ. സത്യം പറഞ്ഞാൽ ഫയർഫോഴ്സിന് വരെ വിളിച്ചാലോ എന്ന് തോന്നിയിരുന്ന നിമിഷമായിരുന്നു. പിന്നീട് ഒരു റൈഡിലും കയറണില്ല എന്ന് കരുതിയപ്പോൾ നമ്മുടെ ഉണ്ണി സമ്മതിക്കാണ്ട് ഒരു റൈഡിലും കൂടി ഞങ്ങൾ കയറിയതാണ് കേട്ടോ ഉണ്ണീനെ. ആ റൈഡാണ് ഇത്. പക്ഷേ എല്ലാവരും റൈഡ്സിലൊക്കെ കയറുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ എന്നുള്ളത് എനിക്കൊരു വലിയൊരു പാടായി. നിങ്ങളും ഒരു പാടായിട്ട് എടുക്കും കേട്ടോ. കാരണം തലനാര് ഇഴയ്ക്ക് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ അവിടുന്ന് മൈൻഡ് നോക്കിയായത് നമ്മൾ പിന്നെ ഉണ്ണിക്ക് ടോയ്സ് മേടിക്കാൻ ബലൂൺ മേടിക്കാനൊക്കെ കണ്ട് നിന്നു കേട്ടോ. പെൺകുട്ടികൾക്കും ചേച്ചിമാർക്കും അമ്മമാർക്കും ഏറ്റവും കൂടുതൽ എന്താ പൂരപ്പറമ്പിൽ വന്ന് ഇഷ്ടപ്പെട്ട കമ്മൽ. അതേപോലെ ഞാനും 2-3 കമ്മലുകൾ മേടിച്ചു കേട്ടോ. കുട്ടികൾ പൂരത്തിന് പോയ ടോയ് മേടിക്കുന്ന പോലെയാണ് കേട്ടോ ഇപ്പം ഞാൻ പൂരത്തിന് പോയ ഒരു 4-5 കമ്മലെങ്കിലും മേടിക്കുന്നത്. ഇതൊന്ന് തിരിഞ്ഞതോ അമ്മമ്മയും കുട്ടിയും ശൂലം കയ്യിൽ ടാറ്റു ചെയ്തിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ അതൊരു മഷി പോലെ ഒട്ടിച്ചിരിക്കുന്നതാണ്. കാവ് നടന്ന് കാണാൻ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അത് നടന്ന് കാണുന്ന വഴിക്ക് അതിൻ്റെ സൈഡിൽ ഗാനമേള നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയിരുന്നു, അനീഷായിരുന്നു കേട്ടോ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതും നമ്മൾ കുറച്ചു നേരം കണ്ടുകൊണ്ട് നിന്നു കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കി തന്നെ നിന്നു. അപ്പോഴേക്കും നമ്മുടെ കൊച്ചി രാജാവ് നമ്മുടെ കാവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം കാവിൽ കയറുന്നത് കൊച്ചി രാജാവ് തലേന്ന് തന്നെ വരും കേട്ടോ. തലേന്നും ഒരുപാട് വരവുകളുണ്ട് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് വൈകുന്നേരം പിങ്ക് ശിങ്കാരിമേളം വരെ ഉണ്ടായിരുന്നു കേട്ടോ. വുമൻസിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. നേരെ കാവുന്ന് ഞങ്ങളുടെ കെറ്റിലമ്മേൻ്റെ അടുത്തേക്കാണ് വന്നത് കേട്ടോ. ഹൈസ്കൂളിലാണ് ഞങ്ങളെ കെറ്റിലമ്മേനെ അണിയിച്ചൊരുക്കി നിർത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ആനപ്പൂരത്തിനുള്ള എല്ലാ സംഭവങ്ങളും വന്ന് കണ്ടു കേട്ടോ. ആനയുടെ നെറ്റിപ്പട്ടം, വെഞ്ചാമരം, ആനയുടെ ചെലമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ ഒരു അടിപൊളി കൊട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള ഒരു അടിപൊളി കൊട്ടായിരുന്നു. അതും കുറച്ച് നേരം നിന്ന് നമ്മൾ കണ്ടു. തലേ ദിവസത്തെ പൂരാഘോഷം കൊണ്ട് ഓടിച്ച് എല്ലാം കണ്ടു എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അവസാനം നമ്മുടെ ഐസ്ക്രീമും മേടിച്ച് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.